ഹായ് ഫ്രണ്ട്സ്, മാളു സ്പെഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ചിക്കൻ റോളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മളുടെ ഈ ചിക്കൻ റോൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 600 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ, അത് കുക്കറിനെ അപേക്ഷിച്ചിരിക്കും ഓരോരുത്തരുടെ വിസിൽ. അപ്പോൾ നമുക്ക് ചിക്കൻ വേവാൻ എത്ര വേണ്ടി വരും സമയം, അതിനനുസരിച്ച് വിസിലിൽ നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സമയമൊക്കെ കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് 4 സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു ജാറിലേക്ക് 4 മുളക് കൂടി ചേർത്തിട്ട് മുളകൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കണം. അതിപ്പോൾ ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേറെ മുളക് മാത്രമാണ്, ഇതിൽ വേറെ ഒന്നുമില്ല. മുളക് മാത്രം ചതച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലെല്ലാം നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഈ സവാള അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നമ്മൾ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പം ഞാൻ അതിൻ്റെ പേരിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് ഒരു 2-3 മിനിറ്റ് നേരം ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച മുളക് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു റോ മണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ തുറന്നിട്ട് അതിലെ കഷ്ണങ്ങളൊക്കെ മാറ്റിയെടുക്കണം. നമുക്ക് ആദ്യം ഇപ്പം ഞാൻ ഇവിടെ കുക്കർ തുറക്കുകയാണ്. ഇപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ ആറിയ ശേഷം ഇപ്പം നമുക്ക് ചിക്കൻ്റെ എല്ല് വേറെ പീസാക്കി മാറ്റിയെടുക്കണം. ഇപ്പം ഞാനിത് ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ മാറ്റിയ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുക പറഞ്ഞാൽ ഒരുപാടല്ല, പാക്കിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഇനി ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ ഒരുപാട് പൊടിഞ്ഞിട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾക്ക് ആക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് നമ്മുടെ ഉള്ളി വഴറ്റിയ, ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾക്ക് ഈ മസാലയ്ക്ക് ചിക്കനെ എല്ലാം നല്ലതുപോലെ പിടിച്ചെടുക്കണം. അതുവരെ നമ്മൾക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിത്തല അതുകൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത്രയോ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് നമ്മുടെ റോളിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 300 ഗ്രാം അളവിൽ മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ്. ഞാൻ ഇവിടെ 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് നല്ല മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് പോരെങ്കിൽ മാത്രം അപ്പോൾ ആഡ് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്.
ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസും അല്ലാത്ത രൂപത്തിൽ. അപ്പം നിങ്ങൾക്ക് കട്ടി തോന്നുകയാണെങ്കിൽ മിക്സിയിൽ അടിച്ചതിന് ശേഷം മാത്രം കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പം നമ്മൾക്ക് അത് പരത്താനുള്ള ബാറ്റർ അത്ര കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ലാത്ത രൂപത്തിൽ ഇതുപോലെ. ഇനി നമ്മൾക്ക് അടുപ്പിലേക്ക് ഒരു പാന് വെക്കാം. ഈ പാനെല്ലാം നല്ലതുപോലെ ചൂടായി വന്നാൽ ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഈ ദോശ പോലെ പരത്തിയെടുക്കണം മാവ്. ഇപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പാനിൽ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മളിത് വാങ്ങണ സമയത്ത് ആ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് എണ്ണ തടവണം, അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആ പ്ലേറ്റിൽ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടെടുത്തിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിംഗ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി അതുകൂടി ചേർത്തിട്ട് നമ്മൾക്ക് റോളാക്കി എടുക്കാം. അപ്പോൾ ആദ്യം സൈഡിലേക്ക് ഇതുപോലെ മടക്കാം, എന്നിട്ട് 2 സൈഡിൽ നിന്നും നല്ലതുപോലെ പ്രസ് ചെയ്ത് വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്തിട്ട് നമ്മൾക്ക് വട്ടത്തിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ ചുഴറ്റിയെടുത്താൽ മതിയാവും. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് 2-3 ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്യണ കാണിച്ചു തരാം. ഇപ്പോൾ ഫില്ലിംഗ് എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, എത്രയാണോ ഫില്ല് ചെയ്യണത് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ആദ്യം സൈഡിൽ നിന്ന് കുറച്ച് നടുവിലായിട്ടാണ് ഇടേണ്ടത്. അവിടുന്ന് സൈഡിൽ ഇതുപോലെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും നല്ലതുപോലെ അമർത്തി കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയാൽ തന്നെ മതിയാവും, കറക്റ്റ് റോളായിട്ട് വന്നോളും. അപ്പം തലപ്പ് വന്നിട്ട് നമുക്കത് വിരിയുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ആ തലപ്പിൻ്റെ ഭാഗം വന്നിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി ഷേപ്പൊക്കെ വന്നില്ല, കറക്റ്റ് ഷേപ്പ് ആയില്ല എന്ന് വിചാരിക്കേണ്ട, നമ്മൾ ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ തന്നെ ഇത് മുട്ടയിലേക്ക് മുക്കി അതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ നല്ലതുപോലെ കോട്ടായി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നല്ല കറക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബോൾ എടുക്കാം. അതിലേക്ക് 2 കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോള് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. 2 സൈഡും എല്ലാവരെയും നല്ലതുപോലെ മുക്കിയിരിക്കണം. ഇനി നമ്മൾക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് അളവിലാണ് ബ്രെഡ് ക്രംസ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഫുള്ളായിട്ട് കോട്ടായിരിക്കണം. നല്ലതുപോലെയായിട്ട് നമുക്ക് ഇതിൽ നന്നായിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയെടുക്കാം. ഇതിലെല്ലാവരുടെയും ബ്രെഡ് ക്രംസ് നല്ലതുപോലെ കോട്ടായിട്ടിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കിട്ടുന്നതിൻ്റെ മാക്സിമം വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യണ സമയത്ത് കുറച്ച് നടുവിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ചെറുതായിരിക്കും. അപ്പം അതൊക്കെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പം ഞാനിവിടെ എല്ലാ റോളും ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്യാസിലൊരു പാൻ വെക്കാം. ഈ പാനെല്ലാം നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെപ്പോൾ എന്ത് ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇത് ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ആവുന്നതിൻ്റെ സമയത്ത് നമ്മുടെ ഈ റോൾസൊക്കെ എല്ലാം നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റോളൊക്കെ നല്ല കറക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് കുറച്ച് അളവെല്ലാം വ്യത്യാസം വരുത്തിയിട്ട് ഇതേപോലെ ട്രൈ ചെയ്താൽ മതിയാവും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വേറെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ല നല്ല റെസിപ്പിയുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ മാളു സ്പെഷ്യൽ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന നല്ല നല്ല വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.